ഇത് നമുക്ക് ഈ ഒരു മെമ്മറി വയർ ബാങ്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇത് ഓണം സീരീസിലെ 3rd വീഡിയോ ആണ്. അപ്പോൾ വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മെമ്മറി വയറിന്റെ ഇതുപോലത്തെ 2 പീസസ് ആണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടി ഒരാളുടെ കുഞ്ഞിക്കൈ വരുന്ന വരവ് കണ്ടില്ലേ. മെമ്മറി വയറിന്റെ 2 പീസും കൂടെ ഇതുപോലെ ഒരുമിച്ച് പിടിച്ചതിന് ശേഷം അതിലേക്ക് ഒരു മെറ്റൽ സ്പേസർ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ബിൽഡി ബോൾസ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ മെറ്റൽ സ്പേസർ വെച്ചാണ് ഈ ഒരെണ്ണം ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ അപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മൾ ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ബീഡ്സും ക്ലിപ്പ് സ്റ്റോണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സെപ്പറേറ്റ് ചെയ്ത് പിടിക്കണം കേട്ടോ. സെപ്പറേറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം ആദ്യം ഒരു സൈഡിൽ ഒരു മെറ്റൽ സ്പേസർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ സൈഡിലും ഇതുപോലെ തന്നെ ഒരു മെറ്റൽ സ്പേസർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു മെമ്മറി വയർ ഇല്ലേ, അതിൻ്റെ വിഡ്ത്ത് ഭയങ്കര കൂടുതലായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ വിഡ്ത്തുള്ള മെമ്മറി വയർ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവസാനം അത് ഉണ്ടാക്കി വന്നു കഴിഞ്ഞ് എൻ്റെ കയ്യിലിട്ടപ്പോൾ അത് ഭയങ്കര ലൂസായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ക്ലിപ്പ് സ്റ്റോൺ ആഡ് ചെയ്ത് കൊടുക്കാം. ക്ലിപ്പ് സ്റ്റോണിൻ്റെ കാര്യം അറിയാമായിരിക്കുമല്ലോ. 2 സൈഡിലും 2 ഹോൾസ് വീതം ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു സൈഡിലെ ഹോൾസിൽ കൂടെ നമുക്ക് നമ്മുടെ ഒരു സൈഡിലുള്ള മെമ്മറി വയർ കോർത്ത് കൊടുക്കാം. ആ കുഞ്ഞു കൈകൾ കാണുന്നില്ലേ, അത് വേറെ ആരുടെ അല്ല, റോബി കുട്ടൻ്റെ ആണേ. അപ്പോൾ റോബി ആണെങ്കിൽ ഫുൾ ടൈം ഞാൻ ചെയ്യുന്നത് തന്നെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. ക്ലിപ്പ് സ്റ്റോൺ ഞാനിവിടെ കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ മെറ്റൽ സ്പേസറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം 2 സൈഡിലും. ഇത്തിരി ദൂരെ നോക്കിയിരുന്ന റോബി ദേ എണീറ്റ് വന്ന് നോക്കുന്നുണ്ട് ഇതെല്ലാം ശരിയായിട്ട് തന്നെ അല്ലേ ചെയ്യുന്നതെന്ന്. അറ്റങ്ങൾ തമ്മിൽ ഭയങ്കര അടുത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് പോർഷൻ കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. കട്ട് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണെങ്കിൽ റോബി ദേ വലിച്ചുകൊണ്ട് പോയിട്ടോ. ഇനി പശയൊക്കെ ഒട്ടിക്കേണ്ടത് കൊണ്ട് ഞാൻ അയാളെ ഒന്ന് നൈസായിട്ട് നീക്കിയിരുത്തിയിട്ടുണ്ട്. ഇനി അറ്റത്ത് കുറച്ച് ഗ്ലൂ കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു മെറ്റൽ സ്പേസറും കൂടി ആഡ് ചെയ്ത് അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. റോബിക്കുട്ടൻ കുറച്ച് നേരം ഒന്നും ദൂരെ മാറിയിരുന്നെങ്കിലും പിന്നെ ഓടി വന്ന് അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിച്ചെടുക്കുമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാതെ ആയപ്പോൾ ഞാൻ മൂടി പിടിച്ചു വിട്ടോ എടുത്തുകൊണ്ട് പോകാതിരിക്കാനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളിതേ പിന്നെയും നല്ല കുട്ടിയായിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ ബാക്കി പണിയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏകദേശം നടുക്കായിട്ട് കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മെറ്റൽ സ്പേസർ 2 ഇതുപോലെ നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലും കൂടി കുറച്ച് ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ക്ലിപ്പ് സ്റ്റോൺ അങ്ങോട്ട് കറക്റ്റ് പൊസിഷനിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. ഈ ക്ലിപ്പ് സ്റ്റോണിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ഗം കൂടി അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി 2 മെറ്റൽ സ്പേസേഴ്സും കൂടി അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് വലിയ ഹെവി ആയിട്ടുള്ള ബാങ്കിൾസ് ഒന്നും ഇടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള മെമ്മറി വയർ ബാങ്കിൾസ് ഉണ്ടാക്കിയിടാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി ഓണം സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. എല്ലാവർക്കും ബൈ.